ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നന്ദൂട്ടനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം നന്ദയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൗരിമോള്. നന്ദൂട്ടനെ എങ്ങനെയാണ് കണ്ടതെന്നും ഏത് സാഹചര്യത്തിൽ വെച്ചാണ് കണ്ടതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നന്ദയ്ക്ക് നന്ദക്കുട്ടനോർത്ത് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. ആ സമയത്ത് ഗൗരിമോള് നന്ദൂട്ടനോട് പറയുകയാണ്, നീ ഒന്നും വിഷമിക്കേണ്ട, നിന്നെ അമ്മ നോക്കിക്കോളും, അമ്മ സപ്പോർട്ട് ചെയ്തോളും, നിന്നെ ആരും ഇനി ശല്യപ്പെടുത്താൻ വരും. ഗൗരിമോള് പറയുകയാണ് നന്ദൂട്ടൻ ഉടൻ പറയുകയാണ്, എന്നെ എപ്പോഴും അവരെന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, എനിക്ക് കാല് സുഖമില്ലാത്തതുകൊണ്ട് എപ്പോഴും എന്നെ അവർ കളിയാക്കിക്കൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ്. രണ്ട് കുരുത്തം കെട്ട പിള്ളേരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ് നന്ദൂട്ടൻ പറയുന്നത്. എന്നെ ഒരുപാട് അവർ കളിയാക്കുകയും എല്ലാം ചെയ്യും, എനിക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് അവരെന്നെ പറഞ്ഞ് കളിയാക്കുന്നതെന്ന് എന്ന കാര്യം പറഞ്ഞിട്ട് നന്ദൂട്ടൻ പറയുകയാണ്, ആ അക്ഷയ്ക്കാണ് എന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളതെന്ന്. എന്നെ സ്കൂളിൽ വെച്ചിട്ട് അവൻ ഒരുപാട് എന്നെ ഉപദ്രവിക്കും, എനിക്ക് ഒരിക്കലും നടക്കാൻ കഴിയില്ലെന്നും ഒരിക്കലും എൻ്റെ കാര്യം ശരിയാകില്ല എന്നൊക്കെയാണ് അവരെന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നന്ദൂട്ടൻ നന്ദയോട് പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് പ്രിൻസിപ്പൽ മാഡത്തിനും നന്ദയ്ക്കും എല്ലാം ഒരുപാട് വിഷമമായി. ഒന്ന് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ കാലൊന്ന് അഴിച്ചു വെച്ചത്, അതൊക്കെ അഴിച്ചു വെച്ചിട്ട് നടന്നപ്പോഴത്തേക്കാണ് ഞാൻ വന്ന് വീണത്, എനിക്കിനി ഒരിക്കലും നടക്കാൻ കഴിയില്ലേ, ഇത് ഒരു സ്പോർട്ട് മീറ്റിലും എനിക്ക് മത്സരിക്കാൻ പറ്റില്ലേ എന്നൊക്കെയാണ് നന്ദയോട് ചോദിക്കുന്നത്. എന്നിട്ട് നന്ദൂട്ടൻ ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നന്ദ ചോദിക്കുകയാണ്, അയ്യേ നല്ല കുട്ടികളൊക്കെ കരയുമോ, മോന് ഇനി വരുന്ന സ്പോർട്ട് മീറ്റിൽ ഉറപ്പായിട്ടും മത്സരിക്കാൻ കഴിയും എന്ന് നന്ദ പറയുകയാണ്. അപ്പോൾ നന്ദയോട് പറയുകയാണ്, അവരൊക്കെ പറയുന്നതൊക്കെ സത്യമല്ലേ, എനിക്കിനി ഒരിക്കലും മത്സരിക്കാൻ കഴിയില്ലല്ലേ എന്ന്. അപ്പോൾ നന്ദ ചോദിക്കുന്നത്, അവരാരാ, ഡോക്ടേഴ്സാണോ? അല്ലല്ലോ, മോനെ തളർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്, മോൻ അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുകയാണ് നന്ദ. അപ്പോൾ അവർ പറയുന്നതെല്ലാം കേട്ട് ഒരു ചെവിയിൽ കൂടെ അങ്ങ് കേട്ട് മറ്റേ ചെവിയിൽ അവിടെ അങ്ങ് കളയുക, നല്ല കുട്ടികൾ മോൻ ധൈര്യമായിട്ടിരിക്കണ്ടേ എന്ന് നന്ദ പറയുകയാണ്. ആ സമയം ഗൗരിമോള് പറയുകയാണ്, എൻ്റെ അമ്മയെപ്പോലെ സ്ട്രോങ് ആയിരിക്കണ്ടേ, എൻ്റെ അമ്മ എന്ത് കാര്യം വിചാരിച്ചാലും അത് നടത്തും, അതുപോലെ ഇരിക്കണ്ടേ എന്ന് ഗൗരിമോള് പറയുകയാണ്. എന്നിട്ട് ഗൗരിമോള് ചോദിക്കണം, ഇപ്പോൾ തന്നെ തൻ്റെ വേദനയെല്ലാം മാറിയില്ലേ എന്ന് ഗൗരിമോള് ചോദിക്കണം. അപ്പോൾ നന്ദൂട്ടൻ പറയുകയാണ് എന്ന് പറയുകയാണ്. ഇനി നിൻ്റെ കാലും എൻ്റെ അമ്മ ശരിയാക്കി തരും എന്നൊക്കെ കേട്ട് നന്ദൂട്ടൻ ഇങ്ങനെ ഇരിക്കണം. ഇതെല്ലാം കേട്ടോണ്ട് നന്ദ വളരെ വിഷമിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് പ്രിൻസിപ്പൽ പറഞ്ഞത്, എന്നാ മോനെ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് നന്ദൂട്ടനെ വിളിക്കുമ്പോൾ ചോദിക്കുകയാണ്, സമയമായില്ലേ എന്ന് ചോദിക്കുകയാണ് നന്ദ. അപ്പോൾ നന്ദ പറയുകയാണ്, മോളെ നന്ദൂട്ടനെ ഒന്ന് നോക്കിക്കൊള്ളേ, ഞാനൊന്ന് പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദ പ്രിൻസിപ്പൽ മാഡത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മാഡം ഇനി ഈ രാത്രി തന്നെ നന്ദമോനെ കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പറയുന്നത്, പിന്നെ കൊണ്ടുപോകാതെ പിന്നെ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദ പറയാണ്, ഇവിടെ നിന്നോട്ടെ, എനിക്ക് അസൗകര്യമൊന്നും ഇല്ല എന്ന് നന്ദ പറയുകയാണ് മാഡത്തിൻ്റെ അടുത്ത്. അത് കേട്ടപ്പോൾ പ്രിൻസിപ്പളും വല്ലാണ്ടായങ്ങ്. അപ്പോൾ നന്ദ പറയണേ, രാത്രി എങ്ങാനും വേദനയായിട്ട് കൂടിയാലോ അത് പിന്നെ ബുദ്ധിമുട്ടാകത്തില്ലേ, അതുകൊണ്ട് നന്ദമോൻ ഇവിടെ നിന്നോട്ടെ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രിൻസിപ്പൾ പറയണ, അതൊക്കെ ശരിയാണ്, എന്തായാലും ഞാൻ നന്ദൂട്ടനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പ്രിൻസിപ്പൾ പറയും. അപ്പോൾ അവർ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദൂട്ടൻ ഇങ്ങനെ വിളിക്കുകയാണ്, ടീച്ചറെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിവിടെ നിന്നോളാം എന്ന് നന്ദയോട് പറയുകയാണ്. എനിക്കൊരു കുഴപ്പവും ഇല്ല, ഞാൻ നിന്നോളാം എന്ന് പറയുകയാണ്. ഇത് കേട്ടത് നന്ദയ്ക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി. നന്ദൂട്ടൻ പറയുന്നത് വെച്ചാൽ, എനിക്ക് കൂട്ടിന് ഗൗരി ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ പ്രിൻസിപ്പൾ പിന്നെ പറയുകയാണ്, ശരി, പിന്നെ നന്ദുൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് പ്രിൻസിപ്പൾ. അപ്പോൾ പ്രിൻസിപ്പൾ ഉടനെ പറയുകയാണ്, നന്ദുൻ്റെ പാരൻസിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ടെന്നും, അപ്പോൾ ഞാൻ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പ്രിൻസിപ്പൾ പറയുകയാണ്. അപ്പോൾ നന്ദ പറയുകയാണ്, മാഡം വിളിച്ചിട്ട് എനിക്കൊന്ന് തരുമോ, ഞാനും സംസാരിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നന്ദ ഗൗതമിനോട് സംസാരിക്കാൻ പോവുകയാണ്. നന്ദ ഗൗതമിനോട് സംസാരിക്കാൻ പോകുന്ന സമയത്ത് നന്ദുമോൻ പറയുകയാണ്, അത് വേണ്ട, ഞാനിവിടെ ആണെന്നറിഞ്ഞ അച്ഛൻ ഒരുപാട് ടെൻഷൻ അടിക്കും എന്ന് നന്ദയോട് പറയുകയാണ്. അപ്പോൾ നന്ദ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നന്ദ പറയണു, പ്ലീസ് പറയണല്ലേ എന്ന് പറയുകയാണ്. മോൻ ടെൻഷൻ അടിക്കണ്ട നന്ദു, ഡോക്ടർ എൻ്റെ സംസാരിക്കാം നിൻ്റെ അച്ഛനോട് എന്ന് പറയുകയാണ്. അപ്പോൾ നന്ദ പറയണ, വിളിച്ചോളൂ മാഡം, ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് നേരം. അപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചപ്പോഴത്തേക്ക് ഗൗതം എടുക്കുന്നില്ല ഫോണ്. അപ്പോൾ പ്രിൻസിപ്പൾ പറയണ, നന്ദൂട്ടൻ ഇവിടെ നിന്നോടെ, ഞാൻ നന്ദൂട്ടൻ്റെ അച്ഛൻ വിളിക്കുമ്പോൾ പറഞ്ഞോളാമെന്ന്
പറയുകയാണ്. അപ്പോൾ ഗൗരിമോൾ പറയണ അമ്മേ നന്ദൂട്ടൻ ഇന്ന് ഇവിടെയാണോ നിൽക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ നന്ദ പറയണ അതെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. അങ്ങനെ കൈകൊട്ടിയിരിക്കുമ്പോഴത്തേക്കാണ് ഗൗരിമോളും നന്ദുവിനോട് ചോദിക്കുന്നത്, നന്ദു ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ എന്ന് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയുകയാണ് സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതമിനെയാണ്. ഗൗതം ഓഫീസിൽ അങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് വേറൊരു പോലീസുകാരൻ ഗൗതമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗൗതമിനോട് ചോദിക്കുകയാണ് സാർ ലേറ്റായില്ലേ, പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗൗതം പറയുകയാണ് പോകുന്നു, എന്താ മനസ്സിനൊരു സുഖമില്ല എന്ന് ആ പോലീസിനോട് പറയുകയാണ് ഗൗതം. അപ്പോൾ ഗൗതം പറയുകയാണ് താൻ എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കാൻ ആരോടെങ്കിലും ഒന്ന് പറയൂ എന്ന് ആ പോലീസുകാരനോട് പറഞ്ഞു. പിന്നെ ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഫുഡ് ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്തോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയണം ശരി സാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഗൗതം ഗൗരവമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കാണ് അങ്ങ് ഫോൺ എടുത്ത് നോക്കുന്നത്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫോൺ ഫ്ലൈറ്റ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കണേ ഫ്ലൈറ്റ് മോഡിൽ ആരാ ഇട്ടേ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഫോൺ അങ്ങ് എടുത്ത് ഫ്ലൈറ്റ് മോഡ് അങ്ങ് മാറ്റി. അപ്പോഴത്തേക്കും കോള് വന്നു. അത് പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അന്നേരം വിളിച്ചിട്ട് ചോദിക്കുകയാണ് നന്ദുവിൻ്റെ അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതെ ഞാൻ ശാന്തിപുരം സ്കൂളിലെ പ്രിൻസിപ്പളാണെന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് എന്താ മേഡം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നന്ദുവിൻ്റെ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് പ്രിൻസിപ്പൾ. അപ്പോൾ നന്ദു ഇപ്പോൾ എൻ്റെ സംരക്ഷണയിലും എൻ്റെ ഉത്തരവാദിത്വത്തിലുമാണല്ലോ ഇപ്പോൾ കഴിയുന്നത് എന്ന നിലയ്ക്ക് വിളിച്ചതാണെന്ന് പറയുകയാണ്. അപ്പോൾ മേഡം എന്തെങ്കിലും എമർജൻസി ഇല്ലാതെ വിളിക്കില്ലല്ലോ, എന്തായാലും പറഞ്ഞോളൂ എന്ന് ഗൗതം പറയുകയാണ് ടീച്ചറിൻ്റെ അടുത്ത്. വീണ്ടും ഗൗതം ചോദിക്കുകയാണ് എന്താ നന്ദു എന്നെ കാണണം എന്ന് മറ്റും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ പാനിക് ആവരുതെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് ഗൗതമിനങ്ങ് ഭയങ്കരമായിട്ട് ടെൻഷൻ വന്നു. എന്താ മേഡം എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് മേഡം കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഗൗതത്തിനോട് പറയുകയാണ്. അപ്പോൾ ഇത് കേട്ടതും പെട്ടെന്ന് ഗൗതം അങ്ങ് ടെൻഷനായി. പ്രിൻസിപ്പൾ അപ്പോൾ പറയുകയാണ് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവന് ഇവിടെ നോക്കാൻ വേണ്ടി ഒരു ഡോക്ടർ ഉണ്ടെന്നും ഇവിടെ അവന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുവെന്നും ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ അതിനെപ്പറ്റി വിളിച്ച് നിങ്ങളോട് പറഞ്ഞതാണെന്നും നിങ്ങൾ അതുകൊണ്ട് വേറൊരു രീതിയിൽ നിന്ന് ടെൻഷൻ അടിക്കേണ്ട, ഇങ്ങോട്ടേക്കും വരേണ്ട ആവശ്യമില്ല എന്ന് പറയുകയാണ് ഗൗതമിനോട്. ഇനി അഥവാ വരികയാണെങ്കിൽ നാളെ വന്നാൽ മതി എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗതം അന്നേരം പറയണ ശരി മാഡം ഓക്കെ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് അതും പറഞ്ഞുകൊണ്ട് അങ്ങ് ഗൗതം ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫോൺ വെച്ചതിന് ശേഷം ഗൗതം അങ്ങ് ടെൻഷൻ അടിക്കുകയാണ് നന്ദുവിന് എന്താ പറ്റിയെന്നൊക്കെ ആലോചിച്ചിട്ട്. അന്നേരം പിന്നെ കാണിക്കുന്നത് ഗൗരിയും നന്ദൂട്ടനെയാണ്. അവരങ്ങ് ഇരുന്ന് കളിക്കുകയാണ്. എന്തൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് കളിക്കുകയാണ്. ഗൗരിയാണെങ്കിൽ അവിടുത്തെ ഫോട്ടോസും മറ്റുമൊക്കെ അത് നന്ദൂട്ടന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതും കണ്ടും കൊണ്ട് അവിടെ ഇരിക്കുകയാണ് ഗൗരിയും നന്ദൂട്ടനും. അപ്പോൾ ഇതെൻ്റെ അമ്മയാന്നൊക്കെ പറഞ്ഞ് ഓരോ ഫോട്ടോസിലൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് നന്ദൂട്ടൻ ചോദിക്കുകയാണ് പിന്നെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടതും ഗൗരിമോള് നന്ദയെ ഒന്ന് നോക്കുകയാണ്. ആ സമയത്ത് നന്ദൂട്ടൻ പറയുന്നത് വെച്ചാൽ എൻ്റെ ഫോട്ടോസിലെല്ലാം അച്ഛനുണ്ടല്ലോ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നതും നന്ദ അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ നന്ദൂട്ടൻ വീണ്ടും ചോദിക്കുകയാണ് ഗൗരിയുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പം ഗൗരിമോളോട് ചോദിക്കുകയാണ് അമ്മേ പറ അങ്ങോട്ട് അച്ഛൻ എവിടെയാണെന്ന്, അച്ഛൻ എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗരി നന്ദയോട് പറയുകയാണ്. അപ്പോൾ നന്ദ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എന്താ ആൻറ്റി എന്ന് ചോദിക്കുകയാണ് നന്ദൂട്ട. അപ്പോൾ ഗൗരിമോൾ പറയാണ് അമ്മ പറയില്ല എന്ന് പറയുകയാണ് ഗൗരിമോൾ. അപ്പോൾ ഗൗരിമോൾ പറയുകയാണ് നന്ദൂട്ടനോട് എനിക്കറിയില്ല, അമ്മയ്ക്കേ അറിയാവുള്ളൂ, ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്ന് പറയുകയാണ് ഗൗരി. അമ്മ ഒരിക്കലും അത് പറയില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നന്ദയുടെ മുഖം അങ്ങ് വല്ലാണ്ടായി. അപ്പോൾ നന്ദൂട്ടനും ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നന്ദയെ നോക്കുന്നുണ്ട്. അപ്പോൾ ഗൗരിയോട് നന്ദൂട്ടൻ പറയുകയാണ് ഡോക്ടർ ആൻറ്റി പാവോ എന്ന് ഗൗരിയോട് നന്ദൂട്ടൻ പറയുകയാണ്. അപ്പോൾ നന്ദൂട്ടൻ പിന്നെ പറയുകയാണ് ഒരു ദിവസം ആൻറ്റി നിനക്ക് പറഞ്ഞു തരും അച്ഛൻ എവിടെയെന്ന്
കേട്ടോ ഒന്ന് പറയുകയാണ്. അപ്പോൾ ഗൗരി ചോദിക്കുകയാണ്, നന്ദു നിൻ്റെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയുകയാണ്, എനിക്ക് പപ്പാന്ന് വിളിക്കാനാണ് ഇഷ്ടമെന്ന് പറയുകയാണ്. പപ്പ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറയുകയാണ് ഗൗരിയോട്. അപ്പോൾ അത് കേട്ടത് നന്ദ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക. അപ്പോൾ ഗൗരി പറയാണ്, നന്ദൂട്ടൻ ഭാഗ്യവാനാണ്, അതുകൊണ്ടല്ലേ പപ്പ ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടെന്ന് പറയുന്നത്. പപ്പയുള്ളപ്പോൾ ആരും എന്നെ കളിയാക്കാൻ വരില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഗൗരിമോൾ പറയുകയാണ്, ഞാനുള്ളപ്പോൾ ആരും നിന്നെ കളിയാക്കില്ല, ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളാം എന്ന് ഗൗരിമോളും പറയുകയാണ്. അപ്പോൾ നന്ദൂട്ടൻ ചോദിക്കുകയാണ്, ഗൗരി പോലീസാണോ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ? അപ്പോൾ നന്ദൂട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഗൗരി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആ സമയം നന്ദോട് പറയുകയാണ്, ആൻറ്റി ഗൗരി പോലീസിനെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ നന്ദ പറയുകയാണ്, അവൾക്കിഷ്ടം പോലീസ് ആകുവാനാണെന്ന് നന്ദൂട്ടനോട് പറയുമ്പോഴത്തേക്ക് നന്ദു ചോദിക്കുകയാണ്, ആണോ ഗൗരി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ പപ്പ ആരാണെന്നറിയോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ വേലക്കാരി ചേച്ചി വരെയാണ്. അപ്പോൾ ആ ചേച്ചി ഫ്രൂട്ട്സുമായിട്ട് വരെയാണ്. ഇനി കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. അപ്പോൾ ഇലയടയാണ് കൊണ്ടു കൊടുത്തത് നന്ദൂട്ടന്. എന്നിട്ട് കഴിച്ചോളാൻ പറഞ്ഞു. അത് കൊണ്ടു കൊടുത്തപ്പോഴത്തേക്ക് നന്ദൂട്ടൻ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം ഗൗരി കഴിക്കുന്നു, നന്ദ കഴിക്കുന്നു, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആസ്വദിച്ച് അങ്ങോട്ട് നന്ദൂട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണ് പിന്നെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗതം അങ്ങോട്ടേക്ക് വരുന്ന ഒരു സന്ദർഭമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഗൗതം വരുന്ന വഴിക്ക് അന്ന് ഗൗരിക്കുട്ടി ഒരു പാറയിൽ എഴുതി വെച്ചില്ലായിരുന്നോ, അച്ചായി മിസ് യു എന്ന്. ആ പാറയുടെ അടുത്തേക്കാണ് യാത്ര വന്ന ഗൗതം ഇറങ്ങി മുഖം കഴുകുന്നത്. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന ഗൗതമിനെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് മുഖം കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടു നിൽക്കുന്ന ഗൗതം, കൊള്ളാലോ ഇത് എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറു പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലല്ലോ സ്വന്തം മകൾ എഴുതി വെച്ചിരിക്കുന്നതാണെന്ന്. അപ്പോൾ അത് കണ്ട് ആ എഴുത്തിനെ തൊട്ട് തലോടി നിൽക്കുകയാണ് ഗൗതം. ഏതോ ഒരു പാവം കുട്ടി, ഒരു കൊച്ചുകുട്ടി എഴുതിയതായിരിക്കുമല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അച്ഛനെ കാത്തിരിക്കുന്നതായിരിക്കും എന്നൊക്കെ ഗൗതം പറയുകയാണ്. എന്തുമാത്രം വിഷമം വന്നിട്ടായിരിക്കും ആ കുട്ടി ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, അച്ഛൻ എന്നാ കാണാൻ വരുന്നതെന്നും ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനൊരു വേർപാട് അതിന് സഹിക്കേണ്ടി വന്നതെന്നൊക്കെ ഗൗതം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തകളും കാര്യങ്ങളുമായിട്ട് മുഖം കഴുകിയിട്ട് ഗൗതം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ മുഖം കഴുകിയിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് ഗൗതം കാണുന്നതെന്ന് വെച്ചാൽ ആ ചോക്ക് പീസാണ്. ആ ചോക്ക് പീസിനെ എടുത്തിട്ട് ഇങ്ങനെ ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന ഗൗതമിനെയാണ്. അപ്പോൾ വിധി അങ്ങനെ വരുന്ന ഒരു ഇതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ആ ഗൗരി എഴുതി വെച്ചിരിക്കുന്ന ആ ചോക്ക് പീസ് എടുത്തിട്ട് വീണ്ടും അതിൻ്റെ തൊട്ട് താഴെ, ഗൗരി എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ വീണ്ടും ഗൗതം എഴുതുകയാണ്, അച്ഛൻ ഉടനെ വരുമെന്ന് എഴുതുകയാണ്. അതൊക്കെ എഴുതി വെച്ചതിന് ശേഷം ഗൗതം അവിടെ തനിയെ നിന്ന് ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഗൗതം അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് വെച്ചാൽ നന്ദുയെയും നന്ദൂട്ടനെയാണ്. നന്ദൂട്ടനെ തലയൊക്കെ ചീകി സെറ്റായിട്ട് വെക്കുന്നതാണ്. നന്ദ ചോദിക്കുകയാണ്, ഇന്നലെ വേദന വല്ലതും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നന്ദൂട്ടൻ പറയുകയാണ്, ഇല്ല ആൻറ്റി, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയുകയാണ്. അപ്പോൾ മോൻ്റെ ബാഗിൽ ഓയിൽമെൻറ്റ് വെച്ചിട്ടുണ്ട്, വേദന തോന്നുമ്പോൾ അതെടുത്ത് പുരട്ടണമെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വേദന ശരിക്കും കുറവുണ്ടല്ലോ അല്ലേ എന്ന് നന്ദ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദൂട്ടൻ പറയുകയാണ്, ഡോക്ടറിൻ്റെ മരുന്ന് തേച്ചപ്പോഴേ വേദനയെല്ലാം പോയി എന്ന് പറയുകയാണ്. ഇനി വീട്ടിൽ ചെന്ന് കയറുമ്പോഴാ വേദന തുടങ്ങുമെന്നൊരു പേടി എന്ന് നന്ദൂട്ടൻ പറയുകയാണ് നന്ദയോട്. അപ്പോൾ നന്ദ പറയണ, അതിനല്ലേ ഞാൻ ഓയിൻമെൻറ്റ് തന്നത്, അത് ഞാൻ മറന്നു എന്ന് പറഞ്ഞ് നന്ദൂട്ടൻ ഇരിക്കുകയാണ്. പിന്നെ ആൻറ്റി ഒരു കാര്യം പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ആര് കളിയാക്കിയാലും മോൻ അതിന് മൈൻഡ് ചെയ്യല്ലേ എന്ന് പറയുകയാണ്. മനസ്സിൽ സ്ട്രോങ് ആണ് ഞാനെന്നൊരു ചിന്ത വേണം നിനക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും, കേട്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദ പറയണ, കേട്ടോ എന്ന് പറയുകയാണ്. മോൻ തന്നെ മോനെ സംരക്ഷിക്കണമെന്നും മറ്റൊരാൾക്ക് മുന്നിലും തോറ്റു കൊടുക്കരുതെന്ന് നന്ദ പറഞ്ഞു കൊടുക്കുകയാണ്. കേട്ടല്ലോ എന്ന് കേട്ടപ്പോൾ നന്ദുമോൻ പറയണ, കേട്ടു എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നന്ദയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതാണ്. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇന്ത്യവരത്തിലെ മോഹിനിയും പവിത്രയാണ് കാണിക്കുന്നത്. ഞാനെപ്പോഴും ജഗന്നാഥേട്ടനോട് പറയും, വന്നു കയറുന്ന പെൺകുട്ടികളുടെ തലവിധി അനുസരിച്ച ആൺമക്കളുടെ വീട്ടുകാരുടെ ഗതിയെന്ന് പറയും. അപ്പോൾ പവിത്ര ചോദിക്കുകയാണ്, അതെന്താ ഞാൻ വന്നു കയറിയതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുഴപ്പം പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അമ്മയ്ക്ക് എന്താ ചുമ്മാതിരിക്കുമ്പോൾ മരുമകൾക്കിട്ട് കുത്തു കൊടുക്കണമെന്ന് വല്ല നേർച്ചയുണ്ടോ എന്ന് പവിത്ര ചോദിക്കുകയാണ്. അത് കൊള്ളാം, ഞാനൊരു സാമാന്യ തത്വമല്ലേ പറഞ്ഞത്,
എന്ന് പവിത്രയോട് മോഹിനി പറയുകയാണ്. അതാണോ ഇത്ര കുഴപ്പമായതെന്ന് മോഹിനി ചോദിക്കുകയാണ് പവിത്രയോട്. അപ്പോൾ പവിത്ര പറയണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മ മുഖത്ത് നോക്കി പറയണം, അല്ലാതെ ഇങ്ങനത്തെ പണിയൊന്നും കാണിക്കുകയല്ല വേണ്ടതെന്ന് പവിത്ര പറയുകയാണ് മോഹിനിയോട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ എനിക്ക് ഒരു മടിയില്ല എന്ന് മോഹിനി പറയുകയാണ് പവിത്രയോട്. എടി നിന്നെക്കൊണ്ട് കൊള്ളാഞ്ഞിട്ടല്ലേടി ആ പിങ്കി തറവാട് ഭരിച്ചുകൊണ്ട് നടക്കുന്നേ എന്ന് മോഹിനി പറയുകയാണ്. ഇത് കേട്ട് പവിത്ര തലയാട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അവിടുത്തെ കനകമ്മ വരുന്നത്. അപ്പോൾ നിൻ്റെ സ്ഥാനത്ത് വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ 2 പെറ്റേനെ എന്ന് മോഹിനി പവിത്രയോട് പറഞ്ഞപ്പോഴത്തേക്കാണ് കനകമ്മ അവിടേക്ക് ചായയുമായിട്ട് വന്നത്. അപ്പോൾ ചായ അവർക്ക് 2 പേർക്കും കുറേ നാളെ നീ നിൻ്റെ ഭർത്താവും കൂടെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ കുട്ടികളുണ്ടാവാത്തേ എന്ന് പറയുകയാണ്. അപ്പോൾ പറയുമ്പോൾ നീ പറയും, ഓ ഭർത്താവ് ഷോപ്പിലാണ് എന്ന്. ഇപ്പോൾ ഷോപ്പിൽ ജോലി ഇല്ലെങ്കിലും എന്താ ഇതിനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ ഇത് മോഹിനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറഞ്ഞത്, നീ ഇവിടെ രാജ്ഞിയെ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് മോഹിനി പവിത്രയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കനകമ്മ ദേഷ്യം കൊണ്ട് നിൽക്കുകയാണ്. 2 പേരുടെയും പൂതി കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് കനകമ്മ നിൽക്കുകയാണ്. കനകമ്മ അവർക്ക് വേണ്ടിയുള്ള ചായയായിട്ട് വന്ന് നിൽക്കേണ്ടത്. അവർക്കുള്ള ചായകളിൽ നിന്ന് കുറേശ്ശെ കുടിച്ചിട്ട് നീയൊക്കെ ഇതൊക്കെ കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് അവർക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ സമയം അവർ 2 പേരും മോഹിനിയും പവിത്രയും ആ ചായ വാങ്ങി കുടിച്ചതിന് ശേഷം എന്തൊരു വല്ലാത്തൊരു ചൊവ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കണ്ട് കനകമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങ് നിൽക്കുവാണേ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇതെന്താ കനകമ്മ ഇത് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കനകമ്മ പറയാണ്, എന്താ ചായ എന്ന് പറയുകയാണ്. അപ്പോൾ പവിത്രയോടം പറയാണ്, ഇതാണോ ചായ? ഇതൊക്കെ ഞങ്ങളുടെ നാട്ടിലെ കലക്ക വെള്ളം എന്നാണ് പറയുന്നതെന്ന് പവിത്ര പറയുന്നുണ്ട്. ആഹാ എന്ന് പറഞ്ഞ് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇട്ട് കനകമ്മ അങ്ങോട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. തൊട്ടടുത്തുള്ള നിമിഷം തന്നെ പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കിയാണ് കാണിക്കുന്നത്. പിങ്കിയാണെങ്കിൽ ഗൗതമിനെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ പിങ്കി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഈ ഫോണിൻ്റെ കോള് കണ്ടെങ്കിലും ഒന്ന് തിരിച്ച് വിളിച്ചുകൂടെ എന്നൊക്കെ, അല്ലെങ്കിൽ എന്താ വിളിച്ചാലെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കും. ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ ഫോൺ എടുക്കാത്തത് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഫോണിൽ റേഞ്ച് ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ചുകൂടെ എന്നൊക്കെ പിങ്കി ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഒരു ചിരിയായിട്ട് കനകമ്മ വന്നിട്ട് ചോദിക്കുകയാണ്, പിങ്കി മോൾ ഇവിടെ ഇരിക്കുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ എവിടെയെല്ലാം മോളെ നോക്കിയെന്ന് പറയുകയാണ്. അപ്പോൾ പിങ്കി ചോദിക്കുകയാണ്, എന്താന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കനകമ്മ പറയാണ്, അല്ല മോളെ, ആ പവിത്രയ്ക്കും മോഹിനിക്കും മോളോട് എന്താ ഇത്ര വൈരാഗ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പം പിങ്കി ചോദിക്കുകയാണ്, എന്നോടോ? അങ്ങനെ പറയുമ്പോഴത്തേക്ക് കനകമ്മ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിങ്കി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പിങ്കി മിണ്ടാതെ നിന്നിട്ട് പറയുകയാണ്, കനകമ്മയ്ക്ക് എന്തറിയാം, ഭർത്താവോ കുഞ്ഞോ ഒന്നും സ്വന്തമായിട്ടില്ലാത്ത ഞാനെന്ന്. ആരൊക്കെയോ സ്വന്തമാക്കാൻ ഓടി നടന്ന് ഇപ്പോൾ സ്വന്തം ജീവിതം പോലും സ്വന്തമല്ലെന്ന രീതിയിൽ ഇരിക്കുകയാണെന്ന് കനകമ്മയോട് പറയുകയാണ്. അപ്പോൾ കനകമ്മ പറയണ, എനിക്ക് മനസ്സിലായി പിങ്കി മോൾ ഇപ്പോൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന്. അപ്പോൾ പിങ്കി ചോദിക്കണം, എന്ത് വിചാരിച്ചു എന്ന്. കനകമ്മ ചേച്ചിക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും തന്നിട്ടില്ലേ? സ്വന്തം അമ്മയെപ്പോലെയല്ലേ ഞാൻ ചേച്ചി കണ്ടിരിക്കുന്നത്. എന്നോട് അസൂയ തോന്നുന്ന ആരായാലും അവരോട് മുഖമൊന്നും നോക്കാതെ തന്നെ അങ്ങനെ 2 എണ്ണം പറഞ്ഞൂടെ എന്നല്ലേ മോൾ ഓർത്തത്? പിങ്കി പറയുകയാണ്, അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ കനകമ്മ ചോദിക്കുകയാണ്, അല്ലേ? അപ്പോൾ പിങ്കി വീണ്ടും പറയുകയാണ്, അല്ല എന്ന് പറയുകയാണ്. ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത് എന്ന് പിങ്കി പറയുകയാണ്. അപ്പോൾ കനകമ്മ ചോദിക്കുകയാണ്, അതെന്താ അങ്ങനെ ചിന്തിക്കാത്തതെന്ന് ചോദിക്കുകയാണ് പിങ്കിയോട്. അപ്പോൾ പിങ്കി പറയുകയാണ്, ഒന്നാമത്തെ കാര്യം, ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോഴത്തേക്ക് കനകമ്മയുടെ മുഖം അങ്ങ് വല്ലാണ്ടായി. ഒരു ജോലിക്കാരി നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെ നിങ്ങൾ നിൽക്കുകയും വേണമെന്ന് ആ കാര്യവും പിങ്കി പറഞ്ഞു. രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഒരു ജോലിക്കാരിയായ നിങ്ങളെ ഞാനെങ്ങനെ എൻ്റെ അമ്മയെപ്പോലെ കാണുമെന്ന് ചോദിക്കുകയാണ് കനകയോട്. അപ്പോൾ കനകമ്മ പറയുകയാണ്, ഒരു അമ്മയെപ്പോലെയല്ലേ എല്ലാ കാര്യങ്ങളും കണ്ടു പറഞ്ഞല്ലേ മോളെ ഞാൻ ചെയ്യുന്നതെന്ന് പറയുകയാണ് പിങ്കിയോട്. പിങ്കി പറയുകയാണ്, അമ്മമാരെ പോലെയല്ല ചെയ്യുന്നത്, അമ്മമാർ ഒരിക്കലും ശമ്പളം വാങ്ങിക്കൊണ്ടല്ല ജോലി ചെയ്യുന്നതെന്ന് പിങ്കി കനകമ്മയോട് പറയുകയാണ്. ഇത് കേൾക്കുന്നതും കനകമ്മ ചിരിക്കുകയാണ്. ഇനി ചേച്ചി പറയുന്നത് പോലെ ചെയ്യണമെങ്കിൽ ഇനി ശമ്പളം തരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പിങ്കി ചോദിക്കുകയാണ്. അങ്ങനെ പിങ്കിയുടെ സ്വഭാവത്തിന് ഓരോ ദിവസവും യാതൊരു മാറ്റവും ഇല്ലെന്ന് പിങ്കി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്.